ഹലോ, നമസ്കാരം. നമുക്കിന്നേ പെട്ടെന്ന് 2 കറി ഉണ്ടാക്കാം. ഇന്നത്തെ ഊണിനെ 12 മണി കഴിഞ്ഞ് 12:30 ആയി. എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാൻ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന 2 കറികളാണ്. ഇതെന്നാന്ന് മനസ്സിലായല്ലോ. ഇത് പീച്ചിങ്ങ എന്ന് പറയും. ഇത് നമുക്ക് ഒന്ന് മെഴുക്ക് പുരട്ടി വെക്കാം. ആദ്യം ഇത് 2 ഉണ്ടായിരുന്നു. ആദ്യം ഇത് കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൻ്റെ ഈ അരവൊക്കെ അങ്ങ് ചെത്തിക്കളയാം. എന്നിട്ട് നല്ലപോലെ കഴുകി അരിഞ്ഞെടുക്കാം. ഇത് കണ്ടോ, ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഈ 4 സൈഡിലോട്ടും ഇങ്ങനെ നിൽക്കുന്ന അരം പോലെ നിൽക്കുന്നില്ലേ, അതങ്ങ് ചെത്തിക്കളയണേ. എന്നിട്ട് നമുക്ക് കഴുകി അരിഞ്ഞെടുക്കാം. ഞാനിതൊന്ന് ചെത്തി കഴുകി എടുത്തുകൊണ്ട് വരട്ടെ. അപ്പോഴത്തേക്കുണ്ടല്ലോ എല്ലാവരും വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. ആദ്യം കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിപ്പോൾ നിങ്ങൾ കൊച്ചിക്കാരൊക്കെ ഇതിനകത്ത് ചെമ്മീനൊക്കെ ഇട്ട് വെക്കും കേട്ടോ. പച്ച ചെമ്മീനും ഉണക്ക ചെമ്മീനും ഒക്കെ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റുള്ളൊരു പച്ചക്കറിയാണേ. നിങ്ങളൊക്കെ വെക്കാറുണ്ടോ ഇത്? ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. ചിലർ ഇതിനകത്ത് മുട്ട ഉടച്ചൊഴിച്ച് മുട്ടയും കൂടെ ചേർത്ത് വെക്കും. ഇപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ വെറുതെ ഇത് ഉള്ളിയും മുളകും മാത്രം ചേർത്ത് വെക്കാൻ പോകാം കേട്ടോ, മെഴുക്ക് പുരട്ടി. ഇതിച്ചിരി എന്നാ പറയുന്ന വെള്ളം കൂടുതലുള്ള പച്ചക്കറിയാണേ. അപ്പോൾ ഒട്ടും വെള്ളമൊക്കെ ചേർക്കാതെ വേണം ഇത് കറി വെക്കാനായിട്ട്. ഇത് നമ്മൾ അടുപ്പിലോട്ട് വെക്കുമ്പോഴത്തേക്ക് ഇതിനകത്തും നല്ലപോലെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പം ഞാനിതൊന്ന് ചെത്തി കഴുകി എടുത്തുകൊണ്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ആരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പം ഞാനിത് നല്ലപോലെ ചെത്തി കഴുകി എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കറി വെക്കാം. നിങ്ങളൊക്കെ വോട്ട് ചെയ്തോ? ഞാൻ വോട്ട് ചെയ്തു കേട്ടോ. അതാണ് ഞാനിപ്പോൾ വിരൽ കാണിച്ചത്. അപ്പോൾ ഞാനിതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. തീരെ കട്ടി കുറച്ചൊന്നും അരിയണ്ട. ഞാൻ ഈ പാത്രത്തിലോട്ട് തന്നെ അങ്ങ് അരിയാൻ പോകാം കേട്ടോ. അങ്ങനെ തീരെ കട്ടി കുറച്ചൊന്നും അരിയണ്ട. ഇത് പെട്ടെന്ന് തീയിലോട്ട് വെക്കുമ്പോഴേ പെട്ടെന്ന് വാടി വരും. ഇതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി. അതുകൊണ്ട് ഇച്ചിരി കട്ടിക്ക് തന്നെ അരിഞ്ഞ് നമുക്ക് മെഴുക്ക് പുരട്ടി വെക്കാം. അപ്പോൾ ഞാനിങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നത്. ഇച്ചിരി വണ്ണമുള്ളതാണെങ്കിൽ 4 കീറുക, അല്ലെങ്കിൽ 2 കീറി അരിഞ്ഞാലും മതി. അപ്പം ഞാനിത് അരിഞ്ഞെടുക്കട്ടെ. പീച്ചിങ്ങ അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞ് ചേർക്കാവേ. സവോള അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കൊരു 5-6 വെളുത്തുള്ളി ചതച്ച് ചേർക്കാവേ. ഇനി ചേർക്കുന്നുണ്ടല്ലോ നമ്മുടെ കാന്താരി മുളകാണേ. നീലക്കാന്താരി ഉണ്ടമുളകെന്നൊക്കെ പറയും, നീല കളറിലുള്ള. അത് ഒരു 5-6 ഇങ്ങനെ അരിഞ്ഞ് ചേർക്കുവാണേ. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കണം. ഞാനിപ്പോൾ ചേർക്കുന്ന ഈ കാന്താരി മുളകാണ്. ഇനി നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടായി വരുമ്പം കടുകിടാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചിടാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി, അതായത് പീച്ചിങ്ങ, വെളുത്തുള്ളി, സവോള, പച്ചമുളക്, ഇതെല്ലാം കൂടെ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാത്തിലും പിടിക്കുന്ന പോലെ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് ചെറുതീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാവേ. ഒരു 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയേ. കണ്ടോ, ഇതിപ്പം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ ഇളക്കിയിട്ട് നമുക്ക് വീണ്ടും മൂടി വെക്കാം. എരിവിന് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം മുളക് പൊടിയൊക്കെ ചേർക്കാം കേട്ടോ, പച്ചമുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ. വീണ്ടും മൂടി വെക്കാവേ. അവിടെ ഇരുന്ന് ഒന്നുകൂടെ നല്ലപോലെ വെള്ളമൊക്കെ പറ്റി ഡ്രൈ ആയി വരട്ടെ. വീണ്ടും ഒന്നുകൂടെ തുറന്ന് നോക്കി ഇളക്കുവാണേ. നല്ലപോലെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി ഒരു മിനിറ്റ് കൂടെയൊക്കെ ഒന്ന് ഇളക്കി, ഇനി അടച്ചൊന്നും വെക്കണ്ട. ഇങ്ങനെ തന്നെ തുറന്നിച്ചിട്ട് നേരം ഇരിക്കട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് റെഡി. ഇനിയിപ്പോൾ റെഡിയാണ്. ഇച്ചിരി കൂടെ വെള്ളം ഒന്ന് പറ്റി ഡ്രൈ ആയിക്കോട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ
പീച്ചിങ്ങ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഒരു 5 അല്ലെങ്കിൽ 6 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തു, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കറി എന്നാന്ന് നോക്കാം. അടുത്ത കറിക്കുള്ള ചട്ടി അടുപ്പിൽ വെച്ചു. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. ഇനി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാവേ. ഒരു മുട്ടക്കറിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഒരു സവോള, ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 വെളുത്തുള്ളിയും കൂടെ ചതച്ചത്. ഇത്രയാണ് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ഇച്ചിരി പൊടികളും മസാലപ്പൊടികളും കറിവേപ്പിലയൊക്കെ വേണം. ചട്ടി അടുപ്പിൽ വെച്ചു. ചട്ടി ചൂടായി, എണ്ണ ഒഴിച്ച്. എണ്ണ ചൂടായി, കടുകിട്ടു. കടുക് പൊട്ടി കേട്ടോ. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്നിച്ച് എണ്ണയ്ക്കകത്തോട്ട് ഇടാവേ. ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ഇടുന്നില്ല. എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് പെട്ടെന്ന് ഉണ്ടോ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പെട്ടെന്ന് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. സെപ്പറേറ്റ് വഴറ്റേണ്ട ഒരാവശ്യമില്ല. ഇനി നമുക്കിതിനകത്തോട്ട് പൊടികളിടാം. ആദ്യം ഇട്ടത് കാശ്മീരി മുളക് പൊടിയാണ്. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുള്ളത് കൊണ്ട് എരിവ് കുറച്ച് മതി. ഇനി മല്ലിപ്പൊടി ഇട്ടു. ഇനി ഇടാൻ പോകുന്നത് നമ്മുടെ ഗരം മസാലയാണ്. ഇവിടെ ഞാൻ തന്നെ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാല. രചനയും സംഗീതവും സംവിധാനവും ഒക്കെ ഞാൻ തന്നെ കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് നല്ലപോലെ വഴന്ന് നല്ല കണ്ടോ ഉരുണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് ഇനി ഇതിനകത്തോട്ട് നമ്മൾ മുട്ട ഉടച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. ഉടച്ചൊഴിച്ച മുട്ടയൊന്ന് വേകുന്നതിന് വേണ്ടി ഇതിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് കെറ്റിലിൻ്റെ അകത്ത്. അതൊന്ന് ഒഴിക്കുവാണേ. ഒത്തിരി വേണ്ട കേട്ടോ, ഇച്ചിരി മതിയേ. ഇതൊന്ന് ഒരു നെകയ്ക്ക് മാത്രം. ഈ ഗ്രേവി ഒത്തിരി അങ്ങ് നീണ്ടു പോകണ്ട. മുട്ടയൊന്ന് ഒഴിക്കണം ഇതിനകത്തോട്ട്. ഉടച്ചൊഴിച്ച മുട്ട വേവാൻ വേണ്ടി മാത്രമുള്ള വെള്ളമാണേ. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. തിള വന്നിട്ടുണ്ട്. മുട്ട പൊട്ടിച്ചൊഴിക്കുവാണേ. ഞാൻ 2 മുട്ടയ്ക്ക് വേണ്ടിയുള്ള ഗ്രേവിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഉണ്ടാക്കാം. ഒരു ചെറിയ സവോളയും ഒരു ചെറിയ തക്കാളി എടുത്തിട്ടാണ് ഈ ഗ്രേവി ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് ചെറുതീയിൽ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൊണ്ട് മുട്ട നല്ലപോലെ വെന്ത് വരും കേട്ടോ. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണേ. മുട്ട അങ്ങനെ ഒഴിച്ചേക്കുന്ന തന്നെ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മളൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ചെറുതായിട്ട് അടിയിൽ നിന്നൊന്ന് ഇടിയിപ്പിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു 2 മിനിറ്റും കൂടെ മൂടി വെച്ചാൽ മതി. കറി റെഡിയാകും. 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ കറി റെഡിയാകും. ഒന്നുകൂടെ പറയുക, എല്ലാവരും വീഡിയോ ഫുള്ള് കാണണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയും കാണണേ. 2 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ തുറന്ന് നോക്കി. ഇതുകൊണ്ടോ നമ്മുടെ മുട്ട താളിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നല്ലപോലെ പറ്റി വന്നിട്ടുണ്ട്. ഉണ്ടോ 2 മുട്ട ഓംലെറ്റ് പോലെയല്ല, അതിൽ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഊണ് കഴിക്കാം. ഊണ് കഴിക്കാനായിട്ട് ചോറ് വിളമ്പി. നമ്മുടെ ഇന്നത്തെ മെയിൻ കറി പീച്ചിങ്ങ മെഴുക്ക് പുരട്ടി വിളമ്പി. ഇത് ക്യാരറ്റാണ് ഇന്നലത്തെ. ഇത് നമ്മുടെ മുട്ട റോസ്റ്റ് അല്ലെങ്കിൽ മുട്ട താളിച്ചത് അല്ലെങ്കിൽ മുട്ട ഉടച്ചൊഴിച്ച് കറി വെച്ചത് എന്നൊക്കെ പറയും. ഇത് മുളക് ചമ്മന്തി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.